രാവിലെ ലാബിലെത്തിയ ഞാൻ ഉച്ചയാവാറായപ്പം ഏഞ്ചലിനെയും കൂട്ടി നേരെ റൂമിലേക്ക് വന്നു. പെട്ടി പാക്ക് ചെയ്താൽ മാത്രം പോരല്ലോ, അതിൽ അഡ്രസ് എഴുതി ഒട്ടിക്കും. ഒരു പെട്ടിക്ക് 2 എണ്ണം വെച്ച് 3 പെട്ടിക്ക് 6 അഡ്രസ്. എഴുതാൻ ഒട്ടും സമയമില്ലാഞ്ഞുകൊണ്ട് പ്രിന്റ്. ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ എന്റെ റൂംമേറ്റ്സ് ആരും അവിടെ ഇല്ല. എന്റെ പെട്ടി ചുമക്കാനുള്ള ഭാഗ്യം അവർക്ക് മിസ്സായി. നിങ്ങൾക്ക് കാണുമ്പോൾ സെക്കൻഡുകൾ മാത്രമുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഞങ്ങൾ കുറച്ച് ടൈം എടുത്താട്ടോ ചെയ്തത്. റൂം സ്റ്റെയറിന്റെ അടുത്തായിരുന്ന ഭാഗ്യം, അതുകൊണ്ട് തള്ളി എല്ലാം അവിടെ കാണുന്ന പോലൊന്നും അല്ലാട്ടോ. എല്ലാ പെട്ടിക്കും നല്ല വെയിറ്റ്. എന്റെ പെട്ടിയുടെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും ഞെട്ടി. ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടെന്ന് ഗസ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. ഹോസ്റ്റലിന്റെ 2ാം നിലയിൽ താഴേക്ക് എല്ലാ പെട്ടികളും ഇറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ കുഴഞ്ഞു. എന്റെ കൂടെയുള്ള ഈ മുതലിന്റെ ഡെഡിക്കേഷൻ കണ്ടിട്ട് എനിക്ക് തന്നെ സഹതാപം തോന്നി. ഇതിപ്പോ എന്റെ പെട്ടിയാണോ അവളുടെ പെട്ടി? ഏഞ്ചൽ എന്ന പേര് പോലെ തന്നെ അവൾ ഇന്ന് എനിക്ക് മാലാഹ തന്നെ. ഹോസ്റ്റലിലെ ആന്റീനെ കണ്ട് ഓട്ടോ വിളിപ്പിച്ച് പെട്ടികളുമായി ഈ കുട്ടികൾ നേരെ പോസ്റ്റ് ഓഫീസിൽ. ഈ യാത്രയിലാണ് നല്ലവനായി ഓട്ടോക്കാരനെ പരിചയപ്പെട്ടത്. പേര് നൗഫൽ. ചേട്ടനെ കൊണ്ടാവുന്ന രീതിയിൽ ആളും ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പെട്ടികളെല്ലാം കെട്ടുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് എന്ന് കേട്ടപ്പോഴേ കയറുമായി ഞാൻ. പിന്നീട് എല്ലാം പടയുന്ന ഒറ്റയ്ക്ക് എങ്ങാനും പോയിരുന്ന പെട്ടി കെട്ടാൻ അറിയാതെ ഞാനവിടെ പെട്ടുപോയി. 1 മണിക്ക് തുടങ്ങി ഞങ്ങളുടെ പരിപാടി തീർന്നത് 3 മണിക്ക്. ലഞ്ച് കഴിക്കാൻ പറ്റാത്തതിന്റെ ക്ഷീണം ഇതിലൊതുക്കി. ഏഞ്ചലിന് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ ആയിട്ടാന്ന് തോന്നുന്നു. ഷേക്ക് തന്ന ചേട്ടൻ നല്ലപോലെ ലവ് ഒക്കെ വരച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഒറ്റയ്ക്ക് കൂടെ നിൽക്കാൻ ഇങ്ങനെ ഒരാളുള്ളപ്പോ പിന്നെ എന്ത് വേണമല്ലേ.